മങ്കടയിൽ നിന്നൊരു പരാതി വരുന്നുണ്ട്. മുസ്ലിം ലീഗ് പ്രവർത്തനെ LDF സ്ഥാനാർത്ഥിയുടെ ഡ്രൈവറും സുഹൃത്തും ചേർന്ന് മർദ്ദിച്ചു എന്നൊരു പരാതി ഉയർന്നിട്ടുണ്ട്. തിരൂർക്കാട് സ്വദേശി ഷബീറിനാണ് മർദ്ദനമേറ്റത്. LDF സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദിന്റെ ഡ്രൈവർ ഇക്ബാലും സുഹൃത്ത് ആഷിഖും മർദ്ദിച്ചു എന്നാണ് പരാതി. ഇതിലിപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുന്നത്ത് മുഹമ്മദിനെതിരെ ഷബീർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് FIR-ൽ പറയുന്നത്. മുബഷീർ പി അക്ബറാണ് ശരിതര. മുബഷീർ, എന്താണ് സംഭവിച്ചത്? മലപ്പുറം മങ്കടയിലാണ് ലീഗ് പ്രവർത്തകനെ LDF സ്ഥാനാർത്ഥിയുടെ ഡ്രൈവറും സുഹൃത്തും ചേർന്ന് മർദ്ദിച്ചതായിട്ടുള്ള പരാതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിരൂർക്കാട് സ്വദേശി ഷബീറിനാണ് ഈ ഒരു സംഭവത്തിൽ മർദ്ദനമേറ്റിരിക്കുന്നത്. പരിക്കേറ്റ ഷബീറിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. സംഭവത്തിൽ LDF സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദിന്റെ ഡ്രൈവറായിട്ടുള്ള ഇഖ്ബാൽ, സുഹൃത്ത് ആഷിഖ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കുന്നത്ത് മുഹമ്മദിനെതിരെ ഷബീർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ് പ്രകോപനം എന്നുള്ളതാണ് FIR-ൽ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ തന്നെ അവിടെ ഈ കൊട്ടിക്കലാശം നടന്ന സാഹചര്യത്തിൽ ഉൾപ്പെടെ ഒരു സംഘർഷ സാധ്യതയുണ്ടായിരുന്നു. പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ വർദ്ധിപ്പിച്ചിരുന്നു. അതിനിടയിലാണ് ഇത്തരം ഒരു അനിഷ്ട സംഭവം ഉണ്ടായിരിക്കുന്നത്. പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി FIR ഇട്ടു എന്നുള്ളതാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കുന്നത്. പരിക്കേറ്റ ലീഗ് പ്രവർത്തകർ കൂടിയായിട്ടുള്ള ഷബീറിനെയാണ് നിലവിൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെയുള്ള ലീഗ് വിമത സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള കുന്നത്ത് മുഹമ്മദിന്റെ ഡ്രൈവറാണ് ഇഖ്ബാൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുഹൃത്ത് ആഷിഖ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിനീത, ശരി. മുബഷീർ, ഏതെങ്കിലും ബൂത്തിലെത്തിയോ? അവിടെ മോക്ക് പോളിംഗ് ഒക്കെ തുടങ്ങിയോ? എന്താണ് നിലവിലെ ഒരു സാഹചര്യം? മലപ്പുറം പാണക്കാട്ടെ ബൂത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. വിനീത, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള പാണക്കാട് കുടുംബാംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്ന ബൂത്താണിത്. എല്ലാ തെരഞ്ഞെടുപ്പിലും ഇങ്ങോട്ട് തന്നെ എത്തിയാണ് വോട്ട് രേഖപ്പെടുത്താറുള്ളത്. ഇവിടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, മോക്ക് പോളിംഗ് ഉൾപ്പെടെയുള്ളവ നടന്നുകൊണ്ടിരിക്കുകയാണ്. തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് 16 നിയോജക മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം, UDF-നെ സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള അവകാശവാദങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. 16 നിയോജക മണ്ഡലം ഇത്തരം തൂത്തുവാരുമെന്ന അവകാശവാദങ്ങളുണ്ട്. LDF-നെ സംബന്ധിച്ച് വലിയ ശുഭപ്രതീക്ഷകൾ തന്നെയാണ് അവരെ സംബന്ധിച്ചുമുള്ളത്. എന്തായാലും കൃത്യം 7 മണിക്ക് തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാണക്കാട്ടെ ബൂത്തിലേക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള പാണക്കാട് കുടുംബാംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊട്ടപ്പുറത്താണ് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളും വോട്ട് രേഖപ്പെടുത്തുന്നത്. മന്ത്രിയായിട്ടുള്ള V അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള ആളുകൾ തിരൂരിലാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. PMSLM തിരൂരങ്ങാടിയിലെ പോളിംഗ് ബൂത്തിലെത്തിയും വോട്ട്. പാണക്കാട് കുടുംബം വോട്ട് ചെയ്യാൻ എത്തുന്ന പോളിംഗ് ബൂത്തിലാണ് മുബഷീർ പി അക്ബർ ഉള്ളത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ള കുടുംബമായിരിക്കും പാണക്കാട് കുടുംബം. മലപ്പുറത്ത് ഏതായാലും ചില പരാതികൾ കൂടി ഉയർന്നിട്ടുണ്ട്. അതാണ് മുബഷീർ റിപ്പോർട്ട് ചെയ്തത്. നമുക്കിനി